എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ചെമ്മീനും ഉണക്ക ചെമ്മീനും പിന്നെ പച്ചക്കായും കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായി എടുത്ത സാധനങ്ങൾ നോക്കാം. അപ്പോൾ ഒരു പച്ചക്കായി എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് പച്ചക്കായാണ് എടുത്തത്. പിന്നെ അതിൻ്റെ പകുതിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തതാണ് ചെമ്മീൻ, 30 ഗ്രാം ചെമ്മീനാണ് എടുത്തത്. അത് നന്നായിട്ട് വറുത്തിട്ട് അതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് ഒരു തക്കാളി കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ 2 പച്ചമുളക്. പുളിക്ക് വേണ്ടി ഞാൻ എടുത്തത് ഒരു ചെറിയ മാങ്ങ നീളത്തിൽ മുറിച്ചതാണ്. അപ്പോൾ നമുക്ക് ഈ പിഴിപുളിയും കൂടെ ചേർക്കാവുന്നതാണ്. മാങ്ങ ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ അതിൻ്റെ പേരിൽ ഞാൻ മാങ്ങ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കായൊക്കെ ഒന്ന് വെക്കാൻ ആവശ്യമായ രീതിയിൽ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മൺചട്ടിയിലാണ് ഈ കറി ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതാ മുറിച്ചെടുത്ത കായ്, ഇതാ ഞാൻ അതിൻ്റെ പുറംതൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു ടൈപ്പിലാണ് കായ് മുറിച്ചെടുത്തത്. അപ്പോൾ അത് മുറിച്ചെടുത്തിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴുകി വാരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ചട്ടിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ ഇതാ ഒരു ചെറിയ കഷ്ണം മാങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരുമിച്ചിട്ടിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഒരു തക്കാളി ചെറുതായി മുറിച്ചത്, 2 പച്ചമുളകും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ, ചുവന്ന മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം, ഒരു കളറ് വേണമല്ലോ കറിക്ക്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു 3/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. ഇനി നമുക്ക് വേവിച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏതാണ്ട് ഇത് മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കണ്ടൂ. അപ്പോൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾക്കിത് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് അരപ്പിന് വേണ്ടുന്ന സാധനങ്ങൾ നോക്കാം. അതിനായി ഞാൻ എടുത്തത് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നതാണ് 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർത്ത് അരക്കുന്നില്ല. ആവശ്യമുള്ളത് ഞാൻ കറിയിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ ചെമ്മീനും കായെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ചാറ് ആവശ്യമുള്ളവർക്ക് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ കുറച്ചും കൂടെ വെള്ളമാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരുമാതിരി കൊഴുത്ത മാതിരി ഉണ്ടാവും. അപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ കൊടുത്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കുറവായിട്ടുണ്ടായിരുന്നു, ഇനി ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ പുളിയും എരിവെല്ലാം നല്ല പാകത്തിനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ആ എരിവുള്ള മുളക് പൊടിയില്ലേ അത് കുറച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ചുവന്ന മുളക് പൊടി മാത്രമേ ഇട്ടിട്ടു, പച്ചമുളകിൻ്റെ എല്ലാം എരിവ് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനുശേഷം നമ്മൾക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പില കിട്ടുന്നവർ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അതൊക്കെ ഒന്ന് വറവിലിടാം. അപ്പോൾ തേങ്ങയരവൊക്കെ ചേർത്തതിന് ശേഷം കറി ഇതാ തിളച്ച് നല്ല അരവൊക്കെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കടുകും വറ്റൽമുളകും ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൽ വറവിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ കടുകും വറ്റൽമുളകും വറവാക്കിയത് കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെമ്മീനും പിന്നെ പച്ചക്കായും കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.